ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മസാല ഒരു അടിപൊളി മസാലയാണ് കേട്ടോ. ഒരുപാട് സമൂസേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിലും മസാലകൾ വ്യത്യാസമുള്ള തന്നെ. പക്ഷേ ഈ മസാലയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ. അപ്പോൾ ചിക്കൻ തന്നെയാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അതൊരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും. അത് ചെറുതാക്കി മുറിച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി, ഉപ്പൊക്കെ മസാല ഒന്ന് നല്ല തേച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം ഞാൻ ഓയിലാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കണം. സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തേക്കണം. വെളിച്ചെണ്ണ ആണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇത് തീ കുറക്കുമ്പോൾ വെള്ളം വന്ന് അത് വേവും ചെയ്യും. പിന്നെ അതിൽ നിന്ന് കണ്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇളക്കിയെടുത്തിട്ട് നമുക്കൊരു പൊരിച്ച ഒരു രീതിയിലായി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ വെള്ളം വന്ന് കണ്ടാൽ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വന്ന്, ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. അപ്പോൾ ഇനി അത് മൂടി വെക്കണമെന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 വലിയ സവാള ചെറുതാക്കി അന്വേഷിച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 5-8 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ നല്ലൊരു പൊടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ നല്ല മൂപ്പിച്ച് എടുത്തിട്ടാണ്. എന്നിട്ട് അതേ ആ ഓയിലിൽ തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി സവാള ഒന്ന് ഇട്ടുകൊടുത്തതിലേക്ക് ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ. ചിക്കനിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് ആദ്യം ഇട്ടതാണ്, അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കട്ട. ആദ്യം തന്നെ ഉപ്പിട്ട് ഏറരുത്. എന്നിട്ട് ഇനി ഇത് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിതാ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 4-5 ചുവന്ന മുളകും അതിൻ്റെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്ന മുളക് ക്രഷ് ഇടണമെന്നില്ല കേട്ടോ. കുരുമുളക് പൊടി പച്ചമുളകും തന്നെയാണ് ഇതിൽ കാര്യമായിട്ട്, എന്നാലും ആ ചുവന്ന മുളകിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഇടല്ലോ. അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അങ്ങനെ പൊരിച്ച് വെച്ച ചിക്കനൊന്ന് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നു കേട്ടോ. ചൂടാറിയതിന് ശേഷം അല്ലാണ്ട് പൊരിച്ച മാതിരി തന്നെ എന്നിട്ട് വേവിച്ചിട്ടുണ്ട് മൂപ്പിച്ചെടുത്തത്. നല്ല മൂത്തിട്ടല്ല, എന്നാലും ആ വെള്ളമൊക്കെ വറ്റി ഒരു പൊരിച്ച രീതിയിൽ തന്നെയാണ് ആക്കിയെടുത്തത് കേട്ടോ. എന്നിട്ട് അതൊക്കെ ക്രഷ് ചെയ്ത് അത് ആ ഉള്ളിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5-6 വറ്റൽമുളകൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് പൊടി ഇട്ടെടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഗരം മസാല അങ്ങനത്തെ ഒന്നും കൂട്ടുന്നില്ല. അതൊന്ന് മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഞാനിതാ നമ്മളെ സമൂസ ഷീറ്റൊക്കെ എടുത്തിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലല്ലോ. ഷീറ്റിൽ എന്നാലും ഞാൻ മടക്കുന്നത് ഇതട്ടോ. ഞാൻ അതുപോലെ കോണാക്കി പിടിച്ചിട്ടാണ് മടക്കിയെടുത്തത് കേട്ടോ. ഞാൻ കുറേ എണ്ണത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സമൂസ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഇതിൽ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ കുറച്ച് മൈദ കലക്കി വെച്ചിരുന്നു കേട്ടോ. മൈദ പുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചിരുന്നു. അത് ഒക്കെ ഒന്ന് പുരട്ടി കൊടുത്ത ആ സൈഡിൽ, എന്നിട്ട് അതുപോലെയാണ് മടക്കിയെടുത്തിട്ടാണ്. അങ്ങനെ അതൊക്കെ മടക്കിയെടുത്ത് വെച്ച് പൊരിച്ച് ബാക്കിയുള്ളതും കൂടി അതൊക്കെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.